നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NCERT കുറിച്ചാണ്. NCERTയിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, ഏതൊക്കെ പരീക്ഷകൾക്കാണ് സാധാരണ വരിക, ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ദി സെഷൻ. ഏറ്റവും കൂടുതൽ NCERT ചോദ്യം വരുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാണ്. ചിലപ്പോഴൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ അതുപോലെ തന്നെ എടുത്ത് ചോദിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് തെളിവുകളാണ് ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. NCERT വിളയാടിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അത് ഈ അടുത്ത് വന്ന ഏറ്റവും അടുത്ത് നമ്മൾ ഇനി തയ്യാറെടുക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി ഒരു മാർഗദർശി എന്ന രീതിയിൽ നമുക്ക് നോക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ചോദിച്ച ഒരു അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 114/2024 കോഡ്. നിങ്ങൾ നോക്കിയാൽ മതിയാവും അതിലെ ചോദ്യങ്ങൾ. ആദ്യം എളുപ്പമുള്ളൊരു ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ എന്നാണ്. അതായത് ഇവിടെ കുറച്ച് ടെമ്പറേച്ചർ സോണുകളുടെ പേര് നൽകിയിട്ടുണ്ട്. താപീയ മേഖല നമ്മൾ വിളിക്കും. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. താരതമ്യേന എളുപ്പമുള്ള ചോദ്യമാണ്, എങ്കിലും ഒന്ന് പറയാം. ടോറിഡ് സോൺ എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലയാണ്. ഉഷ്ണമേഖല കാണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. 0 to 23.5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കറക്റ്റ് ആണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്നുള്ള ഓപ്ഷൻസ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ ഏതൊക്കെ വരും? ഓപ്ഷൻ 1 പരിഗണിക്കാവുന്നത് എ ഉണ്ട്, ബി ഉണ്ട്. ഇത് രണ്ടും നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ടെമ്പറേറ്റ് സോൺ ആണ്. ടെമ്പറേറ്റ് സോൺ ചോദിച്ചിരിക്കുന്നു. അത് 23 മുതൽ 66 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 അർദ്ധഗോളങ്ങളിലെ ലാറ്റിറ്റ്യൂഡും പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ശരിയായിട്ടുള്ള ഓപ്ഷൻ. 3 ഫ്രിജിഡ് സോൺ എന്ന് പറഞ്ഞിരിക്കുന്നു. 66 ഡിഗ്രി നോർത്ത് മുതൽ 90 ഡിഗ്രി നോർത്ത് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 66 തൊട്ട് 90 ഡിഗ്രി നോർത്ത് വരെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഫ്രിജിഡ് സോണും ശരിയായിട്ടുള്ള ആൻസർ ആണ്. ടെമ്പറേറ്റ് സോൺ ഓക്കെ, ഫ്രിജിഡ് സോൺ ഓക്കെ, അതും ശരിയായിട്ടുള്ളതാണ്. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ പറഞ്ഞിരിക്കുന്നു 30 ഡിഗ്രി നോർത്ത് ആണെന്ന്. അത് ശരിയാണോ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരായന രേഖയാണ്. അത് 30 ഡിഗ്രി നോർത്ത് അല്ലല്ലോ. നമ്മൾ പറയുന്നത് എങ്ങനെയാ? 23 ഡിഗ്രി നോർത്ത് എന്നാണ്. സോ ഈ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ 1, 2, 3 ഓപ്ഷൻ എ ഇതെല്ലാം ശരിയെന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഉത്തരത്തിലേക്ക് നമുക്ക് പോവാവുന്നതാണ്. ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് നമുക്ക് പോവാം. അറിയാവുന്ന കഥയാണ്. NCERTയിലെ ഇമേജ് ജസ്റ്റ് നോക്കുക. താപീയ മേഖലകളുടെ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളുടെ ഭാഗം പറഞ്ഞേക്കുന്നതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാവും ടോറിഡ് സോൺ 23-ക്കും 23-ക്കും ഇടയ്ക്കാണ്. ഇവിടെ നോക്കൂ, ടെമ്പറേറ്റ് സോൺ 23-ക്കും 66-ക്കും ഇടയ്ക്കാണ്. അത് ഇവിടെ 2 അർദ്ധഗോളങ്ങളിലും പറയാൻ സാധിക്കും. പിന്നെ ഫ്രിജിഡ് സോൺ 66 മുതൽ 90 വരെയുള്ള ഭാഗത്താ. ഇവിടെയും 66 മുതൽ 90 വരെയുള്ള ഭാഗത്താന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന മിക്കവാറും ഇതല്ലേലും കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ലേ, SCERTയിലും പരാമർശിച്ചിട്ടുള്ളതാണല്ലോ, അവിടെ നിന്നും കിട്ടുമല്ലോ. കിട്ടും. ഞാൻ ഒരു അവകാശവാദത്തിലേക്കും പോകുന്നില്ല. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും വായിക്കേണ്ട കാര്യം തന്നെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് 1 എല്ലാത്തിലും ഉൾപ്പെടുന്ന. ഇത് ഓൾറെഡി നമുക്ക് ഉറപ്പിക്കാം ശരിയാണ്. ഹിമാലയൻ റിവേഴ്സ് ആർ യങ്, ആക്റ്റീവ് ആൻഡ് ഡീപ്പനിങ് വാലീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡീപ്പനിങ് ദ വാലീസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ ഒഴുകുന്ന ആൾക്കാരാണ്. നല്ല സ്പീഡിൽ ഒഴുകുമ്പോൾ ഇറോഷൻ കൂടുതലായിരിക്കും. വാലിയൊക്കെ നല്ല ആഴത്തിലേക്ക്, വാലിയുടെ ആഴം കൂട്ടാൻ പറ്റുന്ന ആൾക്കാരാണ്. ശരിയാണ്. പെനിൻസുലർ റിവേഴ്സ് ആർ ഓൾഡ് വിത്ത് ഗ്രേഡഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം എന്താ പറയുക, ഇത്രയും സ്പീഡിൽ ഒഴുകാത്ത, കുറച്ചുകൂടി പഴക്കമില്ലാത്ത, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്നൊക്കെ പറയുന്നത് ഹിമാലയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഭൂവിഭാഗമാണ്. അപ്പൊ അതുവഴി ഒഴുകുന്ന ആൾക്കാരും ഒക്കെ പഴയതാണ്. അവരുടെ പ്രൊഫൈൽ ഗ്രേഡഡ് ആണ്. ശരിയായിട്ടുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിവെക്കേണ്ടി വരും. ശരിയാണ്. 3 ദ ഹിമാലയൻ റിവേഴ്സ് നോക്കുക. ദ ഹിമാലയൻ റിവേഴ്സ് ആർ ആന്റിസീഡന്റ് ആൻഡ് ലീഡിങ് ടു ദ ഡെൻഡ്രിറ്റിക് പാറ്റേൺ ഇൻ പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പൂർവകാലീന നദികൾ എന്ന് വിളിക്കും. ഇതിന്റെ പാറ്റേൺ പറയുന്നത് ശരിക്കും ഡെൻഡ്രിറ്റിക് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെയൊക്കെ വേര് പോലെ, വൃക്ഷത്തിന്റെ വേര് പടർന്നു പോകുന്ന പോലെ ഇങ്ങനെ പല പല പാറ്റേണുകളിലായിട്ട് ഇങ്ങനെയൊക്കെ പടർന്നൊഴുകുന്ന ആളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഉത്തരമഹാസമതലത്തിൽ ഡെൻഡ്രിറ്റിക് പാറ്റേൺ ഉള്ളതെന്നൊക്കെ പറയുന്നത് ശരിക്കും ഇവർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആന്റിസിഡന്റ് എന്ന് പറയുന്നത് ഹിമാലയം ഉണ്ടാവുന്നതിന് മുൻപേ ഇവിടെ ഉണ്ടായിരുന്ന നദികൾ പൂർവകാലീന നദികളാണ്. ഹിമാലയം രൂപപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായി, എന്നിട്ട് ഹിമാലയത്തെ കീറി മുറിച്ച് ഒഴുകുന്ന നദികളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്.
സിന്ധു ആണെങ്കിലും ഉത്ഭവിച്ച് ഹിമാലയത്തെ കീറി മുറിച്ചാണ് ഇങ്ങോട്ട് പോരുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മപുത്രയും ഇതുപോലെ തന്നെ പോരുന്ന നദിയാണ്. ഇങ്ങനെ കുറച്ച് നദികൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഹിമാലയൻ റിവേഴ്സ് എല്ലാമല്ല, അതിൽ ഭൂരിഭാഗവും ആന്റിസീഡന്റ് ആണ്. അതിന് ഡെൻഡ്രിറ്റിക് പാറ്റേൺ ശരിക്കും നമ്മുടെ ഉത്തരമഹാസമുദ്രത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 4. The peninsular rivers are trellis, radial and rectangular in patterns എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. നമ്മുടെ പെനിൻസുലാർ റിവർ എന്ന് പറഞ്ഞാൽ അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ റേഡിയൽ പാറ്റേൺ പറയാം. ചിലപ്പോൾ ഇങ്ങനെ 90 ഡിഗ്രി ആയിട്ട്, ഇത് മെയിൻ സ്ട്രീം ആണെങ്കിൽ അതിന് 90 ഡിഗ്രി ആയിട്ട് വന്നു ചേരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഏകദേശം റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒഴുകുന്ന പാറ്റേൺ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഇവരുടെ പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ശരിയുള്ള ഉത്തരം. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും. ഇതുവരെ ഡ്രെയിനേജ് പാറ്റേൺ, നദി ഒഴുകുന്ന പാറ്റേൺ ഒന്നും ഇതുപോലെ നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല, അധികം ചോദ്യങ്ങൾ കണ്ടിട്ടില്ല, SCERTയിൽ പരാമർശമില്ല. ശരിയാണ്. പക്ഷെ ഇത് വന്നേക്കുന്ന കണ്ടോ, NCERTയിലെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞ +1 ഫിസിക്കൽ ജിയോഗ്രഫിയിലെ ചാപ്റ്ററിലെ പക്ക ഒരു ടേബിൾ. SCERTയിൽ ഉപദ്വീപീയ നദികളും ഹിമാലയൻ നദികളും തമ്മിലുള്ള കമ്പാരിസൺ ഉള്ളതുപോലെ NCERTയിലെ കമ്പാരിസൺ ആണിത്. ഈ വന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഓക്കെ, നേച്ചർ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പെരീനിയലും സീസണലും ആണ്. എപ്പോഴും വെള്ളം ഉള്ളത് പറഞ്ഞേക്കുന്ന ഹിമാലയൻ നദികളിലായിരിക്കും. ഉപദ്വീപീയ നദികളിൽ മഴയെ ആശ്രയിച്ചായിരിക്കും കൂടുതൽ. ഇതൊക്കെ SCERT പോയിന്റ് ആണ്. ഇനി ടൈപ്പ് ഓഫ് ഡ്രെയിനേജ് ആണ്. ആന്റിസീഡന്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും പൂർവ്വകാലീന നദിയാണ്, പണ്ട് തൊട്ടേ ഇതുവഴി ഒഴുകുന്ന നദികൾ എന്നുള്ള അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. സോ ആന്റിസീഡന്റ് നമുക്ക് പറയാവുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആന്റിസീഡന്റ് ഇവിടെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി അടുത്ത് നോക്കിക്കേ, ഇവരൊഴുകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഡെൻഡ്രിറ്റിക് പാറ്റേൺ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതേ സെന്റൻസ് അതുപോലെ തന്നെ വന്നതാണ്. ഇനി നോക്കൂ, നമ്മുടെ ഉപദ്വീപീയ നദിയെ കുറിച്ചാണ്. ട്രെല്ലിസ് പാറ്റേണും റേഡിയൽ പാറ്റേണും റെക്ടാങ്കുലർ പാറ്റേണും ഒക്കെ ഉപദ്വീപീയ ഭാഗത്ത് ഉപദ്വീപീയ നദികളിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് പക്കയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി പറഞ്ഞേക്കുന്ന നോക്കിയേ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഏജ് ഓഫ് റിവർ എന്ന് പറഞ്ഞേക്കുന്നത് അത്യാവശ്യം പ്രായം കുറവുള്ള ആൾക്കാരായിരിക്കാം, യങ് ആയിട്ടുള്ള റിവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ ഒഴുകുന്ന സ്റ്റേജിൽ അത്യാവശ്യം വേഗതയിൽ ഒഴുകുന്ന റിവറാന്ന് പറയാം. അത്യാവശ്യം വേഗതയിൽ ഒഴുകുന്നു. വാലി ഒക്കെ ആഴത്തിൽ കീറി മുറിച്ചുകൊണ്ട് ഒഴുകുന്ന, വാലി ഡീപ്പൻ ചെയ്യുന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കിയേ, പഴയ റിവേഴ്സ് ആയിരിക്കും നമ്മുടെ പെനിൻസുലാർ റിവേഴ്സ്, ഗ്രേഡഡ് പ്രൊഫൈൽ ആയിരിക്കും, വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകൾ അതുപോലെ എടുത്ത് ചോദിച്ചിട്ടാണ് ഈ ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ക NCERT ബോക്സ് കണ്ടന്റ് പഠിച്ചിട്ടുള്ളവർ മാത്രം ഉത്തരം എഴുതും, അല്ലാതെ ചിലപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടു പോകും. അതുപോലൊരു ചോദ്യമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഒരെണ്ണം നമ്മൾ കണ്ടു, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മെയിൻസ്, പ്രിലിംസ്, ഇതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എല്ലാം ഉൾപ്പെടുന്ന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ച് ശരിക്കും 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഡിഗ്രി പ്രിലിംസ് മാത്രം വേറെ ഏതെങ്കിലും ബാച്ച് എടുത്ത് പഠിച്ചാൽ അതിനുശേഷം മെയിൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. സ്പെഷ്യൽ ടോപ്പിക് ചിലപ്പോൾ വേറെ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഡിഫറെന്റ് കോഴ്സ് ആയിട്ടായിരിക്കും കിട്ടുക. പക്ഷെ ഇത് മൂന്നൂടെ ഒരുമിച്ച് ഈ പ്രൈസിൽ 4000 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വർത്ത് എ ഷോട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിഗ്രി ലെവലിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ NCERT ഒക്കെ ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ സജ്ജരാണെങ്കിൽ, നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ബാക്കി സെറ്റാണ്. ഇവിടെ നിന്നൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർക്കുക, സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ ബാച്ച് എല്ലാം ഉൾപ്പെടുന്ന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 4-ാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എക്സാം വരെ, മെയിൻ എക്സാം വരെ വാലിഡിറ്റി ഉള്ള ബാച്ചാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വിശദ വിവരങ്ങൾക്കായിട്ട് തന്നിരിക്കുന്ന ഈ നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്, അറിയാൻ പറ്റും. ഇനി ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത എക്സാമ്പിൾ കേട്ടോ, ഇതൂടെ പറഞ്ഞാലേ എനിക്ക് കാര്യം വ്യക്തമാവത്തുള്ളൂ. നോക്കുക, ചോദ്യം ഇതാണ്. ഇതും കണ്ട് ഒരുപക്ഷെ കുറച്ച് ആൾക്കാർ പേടിച്ചിട്ടുണ്ടാവും. സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നായി വായിക്കുന്നു. ITCZ is a low pressure zone located at the equator എന്ന് പറഞ്ഞത്. ITCZ എന്താണെന്ന് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും. ഇക്വേറ്ററിന്റെ ഭാഗത്ത് കാണാന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഒന്ന് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എയും ബിയും ഉണ്ട്. എയും ബിയും ശരിയാണ്. 2ഉം 4ഉം വേണം നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത് നോക്കാം. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് കൺവേർജ് അറ്റ് ITCZ എന്നാണ് പറഞ്ഞേക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേടാ, 30 ഡിഗ്രിയിൽ നിന്നും, ഞാൻ ഈ വരയ്ക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോണം. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയിൽ നിന്നും 0 ഡിഗ്രിയിലേക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്തുനിന്ന് വരുന്ന ട്രേഡ് വിൻസ് ആണ്. അപ്പൊ ഇവർ ഇങ്ങോട്ട് പോരുന്നു. ഇനി അടുത്തയാൾ നോക്കിക്കേ, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുനിന്ന് ഈ 0 ഡിഗ്രിയിലേക്ക് പോരുന്ന ആൾക്കാരാണ്. 0 ഡിഗ്രി എന്ന് ഞാൻ പറയുന്നില്ല. ഈ 2 പേരും പോരുന്നത് ഏകദേശം മർദ്ദം കുറവുള്ള ഒരു പ്രദേശം ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പൊ മർദ്ദം കുറവുള്ള പ്രദേശം എന്ന് പറയുന്നത് ഇവർ 2 പേരും കൺവേർജ് ചെയ്യുന്ന ഈ മേഖലയാണ്.
0 ഡിഗ്രിയുടെ രണ്ട് വശത്തുമായിട്ട് ഏറെക്കുറെ പറയാം. ഇതിനെ ITCZ എന്ന് വിളിക്കാന്നാ പറഞ്ഞേ. ITCZ ഈ ഭാഗത്ത് കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ശരിയാണ്. അപ്പൊ രണ്ടുപേരും കൺവേർജ് ചെയ്യുന്നു. ട്രേഡ് വിൻസ് കൺവേർജ് ചെയ്യുന്നത് ഇവിടെയാണ്, നമ്മൾ ഉറപ്പിച്ചു, ശരി. 3. In July, the ITCZ is located around 20 degrees south and 20 degrees south latitudes എന്നാണ്. ഇത് വായിക്കുമ്പോൾ ഒറ്റയടിക്ക് ദൈവം ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷെ ഇവിടെ എസ് നോക്കുക. ജൂലൈയിൽ ITCZന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ജൂൺ ജൂലൈ സമയത്ത് ശ്രദ്ധിച്ചു നോക്കണം. ജൂൺ ജൂലൈ ആ ഒരു സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ശരിക്കും പറഞ്ഞാൽ ജൂൺ 21 എവിടെയാണ് നമ്മുടെ സൂര്യൻ ഡയറക്റ്റ് സൂര്യരശ്മി അടിക്കാന്ന് ചോദിച്ചാൽ അത് ഉത്തരായന രേഖയുടെ മേലുള്ള 23 ഡിഗ്രി നോർത്തിലാണ്. ഡിസംബർ 22 ആ സമയം, ഡിസംബർ മാസം ഒക്കെ ആണെങ്കിൽ 23 ഡിഗ്രി സൗത്തിലായിരിക്കും ഈ പറയുന്ന കറക്റ്റ് ലൈറ്റ് അടിക്കുന്നത്, സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏറ്റവും ശക്തിയിൽ സൂര്യപ്രകാശം വീഴുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ സോൾസ്റ്റേസ് എന്നും ഇതിനെ സമ്മർ സോൾസ്റ്റേസ്, ഇത് വിന്റർ സോൾസ്റ്റേസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. 30-ലല്ല, 23 ഡിഗ്രി രേഖയിൽ. അപ്പൊ എന്തായാലും 20 ഡിഗ്രി സൗത്തിൽ, അതായത് 20 ഡിഗ്രി സൗത്ത് ഭാഗത്തോ 25 ഡിഗ്രി സൗത്ത് ഭാഗത്തോ ജൂലൈയിൽ ITCZ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എവിടെയാണോ സൂര്യപ്രകാശം ഏറ്റവും ശക്തമായി അടിക്കുന്നത് അവിടെ നല്ലപോലെ ചൂടുണ്ടാവും. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എവിടെ സൂര്യപ്രകാശം നല്ലപോലെ അടിക്കുന്നോ ആ ഭാഗത്ത് നല്ലപോലെ ചൂടുണ്ടാവും. അവിടെ മർദ്ദം കുറവായിരിക്കും. ആ മർദ്ദം കുറഞ്ഞ മേഖലയിലേക്ക് ചുറ്റുപാടും നിന്നും കാറ്റ് വരും. കാറ്റ് അങ്ങോട്ടേക്ക് ആകർഷ്ടയായി വരും, അല്ലെങ്കിൽ ആകർഷ്ടനായി വരും, അങ്ങനെ നിങ്ങൾ വിചാരിച്ചോളൂ. അപ്പൊ ഇവിടെ നോക്കി, സാധാരണഗതിയിൽ ഒരു സെപ്റ്റംബർ മാസം 23 മാർച്ച് മാസം 21 ഒക്കെ ആയിക്കോട്ടെ, രണ്ട് ഡേറ്റ് ഞാൻ ഇവിടെ എഴുതാണ്. സെപ്റ്റംബർ മാസം 23 മാർച്ച് 21 ഇക്വേറ്ററിന്റെ ഭാഗത്താണ് സൂര്യരശ്മി ഡയറക്റ്റ് വന്നടിക്കുക. ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ സോൾസ്റ്റൈസ് ഡേറ്റുകളൊക്കെയാ. അപ്പൊ ഇവിടെയായിരിക്കും എന്തായാലും ITCZ ഒക്കെ ഉണ്ടാവാൻ സാധ്യത. ഇനി ജൂൺ മാസം 21 ആ സമയത്തേക്കൊക്കെ മാറുമ്പോൾ ITCZ, അതായത് ഏറ്റവും ചൂട് കൂടിയ ഭാഗം വടക്കോട്ട് മാറും. അപ്പൊ ഈ സെന്റർ വടക്കോട്ടേക്ക് വാണിജ്യവാദങ്ങൾ വന്ന് കൺവേർജ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അപ്പൊ ഈ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയായിട്ട് വരും. വരച്ചു തരാവേ. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയാന്ന് കരുതിക്കോ. അപ്പൊ ജൂൺ മാസം 21 ഒക്കെ ആകുമ്പോൾ ഇന്ത്യയുടെ മുകളിൽ, ഇന്ത്യയുടെ മെയിൻലാൻഡിലൊക്കെ ITCZ പക്ക ഉണ്ട്. ആ ഭാഗത്തേക്ക് നമ്മുടെ ഈ തെക്ക് ഭാഗത്തു നിന്നുള്ള വാണിജ്യവാദങ്ങൾ ഇവര് പയ്യെ അങ്ങോട്ടേക്ക് കയറി വരും. ഇവര് ദിശ മാറി അങ്ങോട്ടേക്ക് വരുന്നതാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഒക്കെ ആയിട്ട് മാറുന്നത്. അത് മൺസൂണിന്റെ ക്രിയേഷൻ ഒക്കെയാണ്, ഓൺസെറ്റ് ഒക്കെയാണ്, അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇവിടെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നതാണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, ഇത് തെറ്റാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. തെറ്റാ. ഇവിടെ സൗത്ത് അല്ല വരേണ്ടത്, നോർത്ത് വന്നാലേ ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ 1ഉം 2ഉം ശരിയാണ്, മൂന്നാമത്തെ തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. 1ഉം 2ഉം ശരിയാണ്, അപ്പൊ 3 തെറ്റെന്ന് പറഞ്ഞാൽ ആളിവിടെ വരികയില്ല. പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, 1ഉം 2ഉം ശരി, 1, 2, 4ഉം ശരി. അതുകൊണ്ട് 4 നമുക്ക് നോക്കാം. The monsoon trough encourages the development of thermal low over north and northwest India. ഇപ്പൊ പറഞ്ഞ കഥയാണ് സുഹൃത്തുക്കളെ ഇത്. അതായത് ജൂലൈ മാസത്തിലൊക്കെ ITCZന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ലപോലെ ചൂടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നല്ലപോലെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, ഈ ടെമ്പറേച്ചർ കാരണം ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ITCZ വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങോട്ടേക്ക് ആകൃഷ്ടയായി ഈ സൗത്തിൽ നിന്നൊക്കെ നമ്മുടെ ട്രേഡ് വിൻസ് വരും. അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. ഇതിന്റെ കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് കറക്റ്റ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാ. അപ്പൊ 1, 2, 4 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ഇത് എവിടെ നിന്ന് വന്നു എന്നാണ്, ഒറ്റ ബോക്സിൽ നിന്നാണ് ഈ കണ്ടന്റ് എല്ലാം വന്നിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. The intertropical convergent zone is a low pressure zone located at the equator. നോർമലി ഇക്വേറ്ററിന്റെ അവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ട്രേഡ് വിൻസ് കൺവേർജ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് വിൻസ് കൂട്ടിമുട്ടുന്ന ഭാഗം ഇവിടെയാണ്. ഓക്കെ, ഈ ഭാഗത്ത് എയറുകൾ അസെൻഡ് ചെയ്ത്, അതായത് രണ്ടു വശത്തുനിന്നും വരുന്ന ഈ കാറ്റുകൾ ഉണ്ടല്ലോ, വാണിജ്യവാദങ്ങൾ കൂട്ടിമുട്ടി ഇവർ ഉയർന്നു പോകുന്ന മേഖലയാണ്. ഇതൊക്കെ കാറ്റിൽ നമുക്ക് പഠിക്കാം. നോക്കിയേ, സംടൈംസ് ഇറ്റ്സ് കോൾഡ് മൺസൂൺ ട്രഫ്. ഈ ഭാഗത്ത് നമ്മൾ മൺസൂൺ ട്രഫ് എന്ന് വിളിക്കാറുണ്ട്. അതായത് എപ്പോഴാന്ന് നോക്കൂ, ജൂലൈ മാസം ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 20 ഡിഗ്രി നോർത്ത് തൊട്ട് 25 ഡിഗ്രി നോർത്ത് വരെ. ഇവിടെ വൃത്തിക്ക് നോർത്ത് എന്ന് വന്നത് സൗത്ത് നിന്ന് മാത്രം മാറ്റി ചോദിച്ചാണ്, അത് വേറെ ഒന്നും അല്ല അത്. അപ്പോൾ 20 ഡിഗ്രി നോർത്ത് തൊട്ട് 25 ഡിഗ്രി നോർത്ത് വരെയുള്ള ഭാഗങ്ങളിലായിരിക്കും
ഇന്ത്യയുടെ മെയിൻലാൻഡിന്റെ മുകളിലായിരിക്കും ITCZ. ഇത് മൺസൂൺ ട്രഫ്, അതായത് മൺസൂൺ കാറ്റുകളെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു പാത്തിയായിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് കറക്റ്റ്. ഇനി ഇത്രയും ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ബാക്കി ITCZ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, എങ്ങനെ വ്യത്യാസം വരും എന്നാണ് ബാക്കി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പറഞ്ഞത് ടേബിളിൽ നിന്നൊരു ചോദ്യം വന്നത് ഞാൻ ആദ്യം കാണിച്ചു തന്നു. ടേബിളിൽ നിന്ന് പക്ക സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നു. ഇത്ര ടഫായിട്ട് നമുക്ക് തോന്നി. ഇവിടെ നോക്കിയേ, ബോക്സിൽ നിന്ന് പക്ക ഇന്ത്യയുടെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ +1 നമ്മുടെ ജോഗ്രഫി എന്ന് വന്ന ചോദ്യമാണ്. NCERT ബോക്സിൽ നിന്ന് പക്ക കണ്ടന്റ് വരുന്നു. അപ്പൊ ഡിഗ്രി ലെവലുകൾക്ക് SCERT മാത്രം നോക്കിയാൽ പോരാ, NCERT കൂടെ ഒന്ന് നോക്കി പഠിച്ചാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പറ്റുന്ന കാര്യമാണ്, നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ NCERT കുറച്ചൊക്കെ നോക്കണം, അല്പം പ്രാധാന്യമുള്ളതാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സെഷൻ. സെക്രട്ടറി ടെസ്റ്റിന്റെ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. NCERT SCERT ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ബാച്ച് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. വീണ്ടും ചോദ്യങ്ങൾ വരുന്ന മേഖലകൾ എങ്ങനെ പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. ടിൽ ദെൻ, താങ്ക് യു.